നിങ്ങൾക്ക് ലഭിക്കുന്ന മുഴുവനും നിഅമത്തുകളും അല്ലാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബാധിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിലേക്ക് അഭയം തേടുന്നതാണ്. പിന്നെ ആ ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കി കഴിയുമ്പോഴോ ഇദൻ ഫരീഖും മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ, ഒരു വിഭാഗം ആളുകൾ അവർ അല്ലാഹു അല്ലാത്തവരിലേക്ക് ആരാധനകൾ തിരിച്ചുകൊണ്ട് അവർ പങ്കു ചേർക്കുന്നതാണ്. ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഫബയ്യന തആല അന്ന ഇൻദ കശ്ഫിൽ ദുർരി വസലാമത്തിൽ അഹ്വാലി യഫ്തരിഖൂന ഫഫരീഖും മിൻഹും യബ്ഖാ അലാ മിസ്ലി മാ കാന അലൈഹി ഇൻദ ദുർരി. അതേ അല്ലാഹു തആല അവരിൽ നിന്ന് ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി കഴിയുമ്പോൾ അവരിൽപ്പെട്ട ഒരു വിഭാഗം ഇതാ പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? അല്ലാഹു അല്ലാത്തവരിലേക്ക്. അഥവാ ഫീ അൻ ലാ യഫ്സഅ ഇല്ലാ ഇലല്ലാഹ് വഫരീഖും മിൻഹും ഇൻദ ദാലിക യതഗയ്യറൂന ഫയുശ്രികൂന ബില്ലാഹി ഗൈറഹു. അങ്ങനെ പല സംഘങ്ങളായി അവർ പിരിയുന്നു. ഒരു വിഭാഗം അവർ നേരത്തെ തന്നെ ഉള്ള അതേ നിലപാടിലേക്ക് തന്നെ അവർ തിരിച്ചു പോകുന്നു, അല്ലാഹുവിലേക്ക് തന്നെ. മറ്റൊരു വിഭാഗമോ അവർ ശിർക്ക് വെക്കുകയും ചെയ്യുന്നു. വഹാദാ ജഹ്ലുൻ വദലാലുൻ, ഇത് പമ്പര വിഡ്ഢിത്തരമാണ് എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. എന്താ കാരണം? ഇത് ലോകത്ത് ആരും ചെയ്യാത്ത, മുശ്രിക്കുകൾ അല്ലാതെ മുസ്ലിമീങ്ങൾ ചെയ്യാത്ത പണിയാണിത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് വ്യാഖ്യാനിക്കാൻ മുതിർന്നത്. അഥവാ ഈ സംഭവത്തിന്റെ യഥാർത്ഥം വിശദീകരിച്ചുകൊണ്ടാണ്, അവരുടെ ആ വിഭാഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അവർ എന്ത് ചെയ്യും? ആപത്തിൽ അകപ്പെടുമ്പോ അവർ അള്ളാഹുവിലേക്ക് മാത്രമായി തിരിയുന്നതാണ്. ആപത്തിൽ നിന്ന് മാറുമ്പോഴോ അവർ പിന്നെ അള്ളാഹു അല്ലാത്തവരിലേക്കും പോകുന്നതാണ്. ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അവർ ആപത്ത് സമയത്ത് അള്ളാഹിനെ വിളിക്കുമായിരുന്നു, ഇവർ ആപത്ത് സമയത്തും അള്ളാഹുവിനെ വിളിക്കൂല. മരിച്ചുപോയ മഹാത്മാക്കളെ മാത്രമേ വിളിക്കൂ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ചിന്തിക്കാൻ പറഞ്ഞതാ, നിങ്ങളെ ഒന്നും മുശ്രിക്കാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലാലത്ത് അത് മക്കയിലെ മുശ്രിക്കുകളിൽ ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരുന്നതാണ്. അതാണ് ഖുർആൻ ഇവിടെ വിവരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ കിതാബുകളിലേക്ക് അവർ വിശദീകരിച്ചിരിക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. മുസ്ലിമീങ്ങളൊക്കെ അവർക്ക് തൗഹീദുള്ളവരല്ലേ. മുശ്രിക്കുകളെ പറ്റി പറയുന്നത് എന്തിനാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്? അത് നമുക്കറിയില്ല. ഖുർആൻ മുഫസ്സിറുകൾ വിവരിച്ചിരിക്കുന്നു. അവരുടെ ആ സ്വഭാവം വിവരിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യും? സഹോദരന്മാരെ, ഒന്ന് റിലാക്സ് ആകുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവർ മൂത്രമൊഴിക്കാനും വേണമെങ്കിൽ ചായ കുടിക്കാനായി ഉള്ള ഒരു ചെറിയൊരു സമയം അനുവദിക്കുക.
അല്ലേ? ശരിയല്ലേ? പുനരാരംഭിക്കുകയാണ്. സുന്നി പക്ഷത്തു നിന്നുള്ള ചോദ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സദസ്സ് പൂർണ്ണമായി സഹകരിക്കുക. ചോദ്യം ഞങ്ങൾ വീണ്ടും പറയുന്നു. ഇവിടെ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് മൗലവി പറയേണ്ടത്. ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീർ എടുത്ത് ഞങ്ങൾ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാഥ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. വേണമെങ്കിൽ സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീർ എടുത്ത് നോക്ക്. ഞങ്ങളുടെ ഇമാമുകൾ സ്വഹാബത്ത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ആളുകളും ഇസ്തിഗാഥ അംഗീകരിച്ചു ചെയ്തവരുമാണ്. അതുപോലെ നമുക്ക് വേറെ സംവാദം നടത്താം. ഓരോ ഇമാമിനെ കുറിച്ച് ഓരോ സംവാദം ഇൻഷാ അല്ലാഹ് വേണമെങ്കിലാവാം. ഇപ്പോൾ ഞങ്ങളുടെ ചോദ്യം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തിന്റെ നേതാവാണ്, ശിർക്കും തൗഹീദും പഠിപ്പിക്കാൻ അയച്ച നേതാവാണ്. ആ നേതാവിനോട് ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നു, അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് നബിയോട് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ? ബഹുമാനപ്പെട്ട റബീഅ തങ്ങൾ ചോദിച്ചത് ശിർക്കാണോ അല്ലേ? അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനിയും പറയാൻ തയ്യാറല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മധ്യസ്ഥന്മാർ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. കാരണം എന്താണ്? നിങ്ങൾ തീരുമാനമാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങൾക്ക് അതിന്റെ ഉത്തരമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞങ്ങളെ പ്രധാനമായി ഞങ്ങൾക്കെതിൽ പറഞ്ഞ കേസ് എന്താ? ഞങ്ങള് സ്വർഗം ചോദിക്കുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട സ്വഹാബി റബീഅ തങ്ങള് സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം തന്നെ ചോദിച്ചു. അത് നിങ്ങൾ വിശദീകരിക്കണം. വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? ഇമാമിങ്ങൾ പറഞ്ഞതല്ലേ, ഡസൻ കണക്കിന് ഞങ്ങൾ ഉദ്ധരിക്കാം ഇൻഷാ അല്ലാഹ്. പക്ഷേ ഒരൊറ്റ നിബന്ധന, ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? അത് യെസ് ഓർ നോ നിങ്ങൾ പറയാം. പറ്റുമെങ്കിൽ പറ്റുമില്ലെങ്കിൽ ഇല്ല. അത് പറഞ്ഞാൽ നമ്പറിട്ട് ഞങ്ങളെ ഇമാമിങ്ങൾ ഇസ്തിഗാഥ ചെയ്തതും ഈ ഹദീസ് തന്നെ വിശദീകരിച്ചു പറഞ്ഞതും ഞങ്ങൾ വായിച്ചു തരാം. പക്ഷേ നിബന്ധനയുണ്ട്. ഇത് വാദപ്രതിവാദമാണ്. മറുപടി പറയും. നിങ്ങൾ തോട്ടുമുഖത്തുകാരുടെ പ്രതിനിധിയായിട്ടാണ്. തോട്ടുമുഖത്തുകാർ മുഴുവൻ ആളുകളെയും ഞാൻ പറയുന്നില്ല, അവർക്ക് എന്റെ പ്രസംഗം മനസ്സിലാക്കാൻ കഴിയാതിരുന്ന അപൂർവം ചിലരുടെ പ്രതിനിധികളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തോട്ടുമുഖത്തുകാർ ചോദിക്കുന്നതായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നത്, നിങ്ങൾ നേരത്തെ തന്നെ കെട്ടിയുണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പച്ചക്കളവ്, ഒരു പച്ച ജഹാലത്ത്, വലാലത്ത്, അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത്. പക്ഷെ അത് ഇവിടം കൊണ്ടത് നടക്കൂല. ഇവിടെ നടക്കുന്നത് എന്റെ തോട്ടുമുഖത്തെ പ്രസംഗത്തെ വിശദീകരണമാണ്. ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കൽബിലേക്ക്, നിങ്ങളുടെ ചിന്തകളിലേക്ക് ഹിദായത്തിന്റെ ഒരു അംശം വിട്ടു തന്നാൽ ഒരംശം പോലും നിങ്ങൾ സ്വീകരിക്കൂല. കാരണം നിങ്ങളുടെ കൽബിലുള്ളത് കടുത്ത വലാലത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയല്ല, തോട്ടുമുഖത്തുകാർക്ക് വേണ്ടിയാണ്. തോട്ടുമുഖത്തുകാരായ എന്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, തോട്ടുമുഖത്ത് വെച്ച് പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ ഞാൻ ഉന്നയിച്ച മുസ്ലിം സമുദായത്തില് ഇന്ന് കടന്നുകൂടിയിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങള്, അത് കടുത്ത വലാലത്താണെന്ന പ്രസംഗത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്റെ ഉന്നയിച്ച ആ ആരോപണങ്ങളെ അത് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, ഇവിടെ നമ്മെ പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച, താബിഈകളും തബിഈകളും നമ്മളെ പഠിപ്പിച്ച അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ആശയം, അതാണ് നമ്മുടെ ആദർശം. ഞാൻ അതൊന്നുകൂടി ആവർത്തിക്കുകയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ആ ഹദീസ് കണ്ടിട്ടില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് കണ്ടിട്ടില്ലേ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മറ്റ് ഖുലഫാഉർ റാഷിദുകൾ ആരും തന്നെ ആ ഹദീസ് കണ്ടിട്ടില്ലേ? സഹാബാക്കളിൽ ആരും കണ്ടിട്ടില്ലേ? മദ്ഹബിന്റെ ഇമാമുകൾ ആരും തന്നെ കണ്ടിട്ടില്ലേ ആ ഹദീസ്? എന്നിട്ട് എന്തേ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്ന് പണ്ഡിത ലോകം എഴുതി വയ്ക്കാതിരുന്നത്? മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് പോലും സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന്
ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ കെലിമാത്തിന് നിങ്ങൾ എന്തർത്ഥമാണ് പറയുന്നത്? ഈ മരിച്ചുപോയ മഹാത്മാക്കളാണ് അവിടെ കെലിമാത്ത് എന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഹദീസ് അള്ളാഹുവിന്റെ ഖുർആനാണെന്ന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഇമാം റാസി പറഞ്ഞ ഏറ്റവും ദുർബലമായ തത്വചിന്തകരുടെ അഭിപ്രായമെന്ന് അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞ ആ അവസാനത്തെ വ്യാഖ്യാനം മാത്രം നിങ്ങളുടെ ആ വാദം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത് എല്ലാ സ്ഥലത്തും ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം സമർത്ഥിക്കുകയാണ് അവിടെ കെലിമാത്ത് എന്നതിന്റെ അർത്ഥം, കെലിമാത്ത് എന്നത് അള്ളാഹുവിന്റെ കലാമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കലാമാണെന്ന് പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ, ഓരൊറ്റ സൃഷ്ടിയോടും അള്ളാഹുവിന്റെ റസൂല് സഹായം തേടൂല, കാവൽ ചോദിക്കൂല. അതുകൊണ്ട് കെലിമാത്ത് എന്നതിന്റെ അർത്ഥം അവിടെ ഖുർആൻ ആണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയും മരിച്ചുപോയ മഹാത്മാക്കളാണ്, അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? അഊദു ബികലിമാത്തില്ലാഹി, മരിച്ചുപോയ മഹാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്താണ്? മിൻ ശർരി മാ ഖലഖ, അല്ലാഹു പടച്ച ഈ ലോകത്തുള്ള സർവനാശങ്ങളെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു. ആരോട്? മരിച്ചുപോയ മഹാത്മാക്കളോട്. എന്തൊരു ധിക്കാരമാണിത്! അള്ളാഹുവിന്റെ റസൂല് ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ, ഒരൊറ്റ സൃഷ്ടിയോട് പോലും അള്ളാന്റെ റസൂല് സഹായം തേടിയിട്ടില്ല എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസാണ് അതിന് തെളിവായി ഉദ്ധരിച്ചത്. ആ ഹദീസാണ് നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാനുള്ള, മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാനുള്ള തെളിവ് നിങ്ങൾക്ക് ഈ ഹദീസാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റസൂല് ഒരു സൃഷ്ടിയോടും സഹായം തേടിയിട്ടില്ല എന്നതിന് തെളിവാണ്. കണ്ടോ, നിങ്ങൾ നേരായ പാതയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. നിങ്ങൾ ഇസ്ലാമിന്റെ മുസ്തഖീമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അതാണ് ഞാൻ എന്റെ തോട്ടുമുഖം പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത്. ഈ കടുത്ത വലാലത്ത്, ഈ കടുത്ത ശിർക്ക്, ഈ കുഫർ, അത് തൗഹീദാണ്, അത് ഹിദായത്താണ്, അത് മുസ്തഖീമായ മാർഗമാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുമായി സംവാദത്തിന് തയ്യാറാണ് എന്നാണ് ഞാൻ പ്രസംഗത്തിന്റെ അവസാന ഭാഗം പറഞ്ഞിരിക്കുന്നത്. പിന്നെയും അദ്ദേഹം പറഞ്ഞതെന്താന്ന് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞിട്ടില്ല. ആ രൂപത്തിനാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സദസ്സിനോടും മധ്യസ്ഥന്മാരോടും ഞങ്ങൾ പറയുന്ന ആ അവസ്ഥ ഒന്ന് വായിക്കണം, വ്യവസ്ഥ വായിക്കണം. റാസി ഇമാമ് പറഞ്ഞു ഞങ്ങൾക്ക് മുമ്പ് തെളിവുണ്ടാക്കാൻ അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ തെളിവ് വേറെ പറയും. ഇൻഷാ അല്ലാഹ് അന്ന് രാത്രി മുഖാമുഖമുണ്ട്, വന്നോളൂ, ലബ്ബദാരിമി ചോദിച്ചോളൂ, ഞങ്ങൾ മറുപടി പറയും. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമല്ല. അതുകൊണ്ട് മധ്യസ്ഥന്മാരോട് പറയുന്നു, ഇയാൾ ഈ വിഷയം തീരുമാനിച്ചിട്ട് ബാക്കി കാര്യം ഇതിൽ എഴുതി വെച്ചതെന്ന് അറിയോ? ഒരു വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത വിഷയം ആരംഭിക്കാവുന്നതാണ്. അതനുസരിച്ച് ഞങ്ങൾ പറയുന്നു, ഇവിടെ ഞങ്ങളുടെ വിഷയം മസ്അലിക മുറാഫഖത്തെയാണ് തുടങ്ങിയത്, അത് തീർന്നിട്ടില്ല, അയാളെ മറുപടി പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇടപെട്ട് അതിന് വേണ്ട തീരുമാനമെടുക്കണം. ഇവിടെ ഉന്നയിച്ച ചോദ്യത്തിന് ലബദാരിമി മറുപടി പറയണമെന്നാണ് ഇപ്പുറത്തുനിന്ന് അപേക്ഷിക്കുന്നത്, മധ്യസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നത്. അത് മറുപടി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിൽ ഇവിടെ മധ്യസ്ഥന നിലയിലിരുന്ന് എനിക്ക് തോന്നിയ വിഷയം യെസ് ഓർ നോ എന്ന മറുപടി പറയണം എന്നിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറുപടിയായി ലബ്ബദാരിമി പറഞ്ഞിരുന്നു, വിശദീകരണം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്, ഞാൻ വിശദീകരിക്കും. രണ്ടും സ്വീകാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം യെസ് ഓർ നോ എന്ന മറുപടി പറയുകയും യെസ് ഓർ നോ എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ആ വിഷയത്തിൽ അധിഷ്ഠിതമായ വിശദീകരണങ്ങൾ ആവുകയും ചെയ്യാം. അങ്ങനെ ആ വിഷയം പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ സുന്നി പക്ഷത്ത് നിന്ന് ചോദിച്ച ചോദ്യം വെച്ചുകൊണ്ട് തന്നെ ബഹുമാന്യനായ ലബ്ബദാരിമി അവർകൾ വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നാണ് മധ്യസ്ഥനായ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം
കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ വിഭാഗത്തിന്റെ വാദം തന്നെ മരണപ്പെട്ട ആളുകളോട്, സാധാരണ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിത്യാദി മൺമറഞ്ഞുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാറ് പതിവുണ്ട്. അത് തെറ്റാണ്, അത് ശിർക്കാണ് എന്നുള്ള വാദമാണ് ലബ്ബാദാരിമി പ്രസംഗിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അധിഷ്ഠിതമായ മറുപടികളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ തെളിവിന് മറുപടിയായി ഇബാറത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിൽ തന്നെ തുടരലാണ് അതിന്റെ ശരിയായ രീതി എന്നാണ് മധ്യസ്ഥനായ എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തിൽ ലബ്ബാദാരിമിക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. കാരണം ഇവിടെ ബഹുമാന്യ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ മറുപടി ആയിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് സൂചിപ്പിക്കാവുന്നതാണ്. ആ നിലയിൽ വിഷയം തുടരാവുന്നത് തന്നെയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബിയോട് സ്വർഗം ചോദിക്കാമോ ഇല്ലയോ, യെസ് ഓർ നോ മറുപടി പറയണമെന്നാണ് പറഞ്ഞത്. ലോകത്ത് ഇന്നേ വരെ ഒരു പണ്ഡിതനും ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ മറുപടി. ചോദ്യം അതല്ല, ചോദ്യം തന്നെ മനസ്സിലായിട്ടില്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ഒരു മുസ്ലിമിന് നബിയോട് ചോദിക്കാൻ പറ്റുമോ? അത് ശിർക്കാണോ അല്ലേ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലെ ഉന്നത പദവി, സ്വർഗവും വരെ അതിലപ്പുറം വേണം എന്ന് നബിയോട് ചോദിക്കുന്നു. ഇത് ഒരു മുസ്ലിം നബിയോട് ചോദിക്കാൻ പറ്റുമോ? അത് ചോദിച്ചാൽ അവൻ മുസ്ലിമാണോ മുശ്രിക്കാണോ? അല്ലെങ്കിൽ അത് പറയാം. അപ്പൊ ഇത് ചോദിക്കാൻ പറ്റുമെങ്കിൽ പറ്റും, പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയും. ആ മുറാഫഖത്ത് തന്നെ, മുറാഫഖത്ത് പറ്റൂല എന്ന് പറയും. ആദ്യം ഒറ്റവാക്കിൽ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പണ്ഡിത ലോകം, മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ആരും തന്നെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇന്നേ വരെ അവർ ഇവർ പറയുന്ന ഈ വാദത്തിന് തെളിവായി ഉദ്ധരിച്ചിട്ടില്ല. അഥവാ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാമെന്ന് ലോകത്ത് ഇന്നേ വരെ ഒരു പണ്ഡിതനും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ള മറുപടി. മാത്രവുമല്ല, മറ്റ് എല്ലാ തെളിവുകളും ഇതിനെതിരുമാണ്. സഹാബാക്കളെല്ലാം തന്നെ ഈ ഹദീസ് കണ്ടവരാണ്, അറിഞ്ഞവരാണ്. അവരാരും തന്നെ റസൂലുള്ളാഹിനോട് നേരിട്ട് ചെന്നുകൊണ്ട് സ്വർഗം ചോദിച്ചിട്ടില്ല. താബിഉകളോ വഫാത്തിന്റെ ശേഷവും സ്വർഗം ചോദിച്ചിട്ടില്ല. മാത്രവുമല്ല, മുഫസ്സിറുകളൊക്കെ തന്നെ ആയത്തുകളുടെ വിശദീകരണങ്ങളായി എഴുതി വച്ചിരിക്കുന്നത് ഒക്കെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളോട് ഉൾപ്പെടെ ലോകത്ത് ആരോടും തന്നെ അത്തരത്തിലുള്ള സഹായങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റാസിയുടെ ആ ഉദ്ധരണിയുടെ ബാക്കി ഭാഗം ഞാൻ നിങ്ങളെ ഒന്നുകൂടി കേൾപ്പിക്കുകയാണ്. ലിഅന്നഹു ലമ്മാ ശഹിദത്ത് ഫിത്രതുഹു അൽ അസ്ലിയത്തു വഖൽഖതുഹു വരീസിയത്തു ഇൻദ നുസൂലിൽ ബലാഇ വല്ലറാഇ വല്ലാഫാത്തി വൽമഖാഫാത്തി അൻ ലാ മഫ്സഅ ഇല്ലാ ഇലൽ വാഹിദി വലാ മുസ്തഗാസ ഇല്ലൽ വാഹിദ്. മനുഷ്യന്റെ പ്രകൃതിയാണ് അവൻ ആപത്തിലും ഇടങ്ങേറിലും ബുദ്ധിമുട്ടിലും ഒക്കെ അവൻ അകപ്പെടുമ്പോൾ അവന്റെ പ്രകൃതി എന്താണ്? അവൻ അഭയം പ്രാപിക്കുന്നത് അവൻ അഭയം പ്രാപിക്കൂല ഇല്ലാ ഇലൽ വാഹിദി, ഏകനായ അല്ലാഹുവിലേക്കല്ലാതെ അഭയം തേടൂല. വലാ മുസ്തഗാസ ഇല്ലൽ വാഹിദ്, ഏകനായ അല്ലാഹു അല്ലാതെ സഹായം തേടപ്പെടുന്നവനില്ല എന്ന് കണ്ട അവർ മനസ്സിലാക്കും. അതുകൊണ്ട് അവനിലേക്കല്ലാതെ അവർ അഭയം തേടൂല. ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നീങ്ങിക്കഴിയുമ്പോഴോ വജബ, അനിവാര്യമാണ് അൻ യബ്ഖാ അലാ ദാലിക്കൽ ഇഅ്തിഖാദി, ആ അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങുക എന്ന ആശയത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കണം. അതാണ് ശരി. മറിച്ച് അമ്മാ അന്നഹു ഇൻദ നുസൂലിൽ ബലാഇ യുഖിറു ബിഅന്നഹു ലാ മുസ്തഗാസ ഇല്ലല്ലാഹ്, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമ്പോ അതൊക്കെ നീങ്ങിക്കഴിയുമ്പോ, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നീങ്ങിക്കഴിയുമ്പോഴോ യുഖിറു, അവർ സമ്മതിക്കുന്നു ബിഅന്നഹു ലാ മുസ്തഗാസ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അല്ല. അവർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യണം?
അവർ ആദ്യം തന്നെ നിലനിന്ന അതേ രൂപത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് മാത്രമായി അവർ അഭയം പ്രാപിക്കണം എന്നതാണ്. അപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ, ഇതൊക്കെ വൈരുദ്ധ്യമാണ്. അഥവാ അവർ ചെയ്തുകൊണ്ടിരുന്ന നിലപാടെന്താണ്? അവർക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമ്പോ അവർ അള്ളാഹുവിലേക്ക് മാത്രം അഭയം പ്രാപിക്കും. അള്ളാഹുവാണ് മുസ്തഗാസ്, സഹായം തേടപ്പെടുന്നവൻ അള്ളാഹു മാത്രമാണെന്ന് അവർ വിശ്വസിക്കുകയും അതേസമയം ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നീങ്ങിക്കഴിയുമ്പോഴോ അവർ അവരുടെ ആരാധ്യരിലേക്ക് തിരിയുകയും അള്ളാഹുവിൽ ശിർക്ക് വെക്കുകയും ചെയ്യും. വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നു, വൽമാന അന്നഹും അശ്റകൂ ബില്ലാഹി ഗൈറഹു ലിയക്ഫുറൂ ബിമാ ആതൈനാഹും. അഥവാ മുശ്രിക്കുകളുടെ പതിവായിരുന്നു അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ സംഭവിക്കുമ്പോൾ അവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. ആ കഷ്ടപ്പാടുകളൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് അഭയം പ്രാപിക്കുകയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ നിലപാടിനെ കുറിച്ചാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ വിശദീകരിച്ചത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ കാരണം? കണ്ടോ, മനുഷ്യന്റെ പ്രകൃതി എന്താണ്? മനുഷ്യ പ്രകൃതി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഇടങ്ങേറുകളും ഒക്കെ വരുമ്പോ അല്ലാ മഫ്സഅ ഇല്ലാ ഇലൽ വാഹിദി വലാ മുസ്തഗാസ ഇല്ലൽ വാഹിദ് എന്നാണ് അവരുടെ നിലപാട്. അഥവാ അള്ളാഹു മാത്രമേ മുസ്തഗാസുള്ളൂ, അള്ളാഹുവിലേക്ക് മാത്രമേ അഭയം തേടാൻ പറ്റുകയുള്ളൂ. മറിച്ച് കണ്ടോ, അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നീങ്ങിക്കഴിയുമ്പോഴോ വജബ അനിവാര്യമാണ് അതേ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന അവരുടെ ആദ്യത്തെ ആ വിശ്വാസത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കണം. എന്തിനാണ് ഈ മൗലവി റാസി വായിച്ചത്? ഞങ്ങളെ ചോദ്യത്തിന്റെ മറുപടിയാണോ റാസി? റാസി വായിക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഓതിയ ആ ഇബാറത്ത് പറയുന്ന റാസിയുടെ ആയത്ത് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആ ആയത്തും അതിന്റെ അർത്ഥവും ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. 2ഉം 10ഉം 3ഉം ഇലാഹാക്കിയ മക്കാ മുശ്രിക്കുകളോട് പറഞ്ഞ ആയത്താണോ? അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. വൈകുന്നേരം വരൂ ഞങ്ങളെ മുഖാമുഖത്തിലേക്ക്. അതും അതിന്റെ അപ്പുറവും ഓരോന്നോരോന്ന് വായിച്ച് ഞങ്ങൾ തെളിയിക്കും. അതല്ല ദാരിമി നിങ്ങൾ വായിക്കേണ്ടത്. ഓ മൗലവി, നിങ്ങൾ വായിക്കുക. എന്ത് വായിക്കുക? അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് നബിയോട് ചോദിക്കാൻ പറ്റുമോ? അത് പറയണം നിങ്ങൾ. ഞാൻ ചോദിക്കുന്നു, നബി റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിക്കാത്ത ആളാണോ? നിങ്ങൾ പറയണം. നിങ്ങൾ ഈ വായിച്ച തഫ്സീറുകൾ ഇമാമുകൾ ഞങ്ങൾ പറഞ്ഞു തരാം, ഒരു കുഴപ്പമില്ല. ഈ ഹദീസ് വിശദീകരിച്ച് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉത്തരം പറയുമ്പോൾ എവിടെ നോക്കി ആ വിഷയം തിരിയില്ല. പറഞ്ഞത് മനസ്സിലാക്കണം. പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? അതെ, ഈ വിഷയത്തിൽ ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിക്കാൻ. പക്ഷെ അത് പറയണമെങ്കിൽ എന്ത് വേണം? അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, ഇത് നബിയോട് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? അത് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു കൊടുക്കണം. റാസി വായിക്കാൻ പറഞ്ഞിട്ടില്ല. അത് പറയുമ്പോ വായിച്ചാൽ മതി. ആ റാസി ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് എവിടെ പറഞ്ഞതാണെന്നുണ്ട്. അത് ഞങ്ങൾ വിശദീകരിക്കാൻ വൈകുന്നേരം വന്നോളൂ. ഇപ്പൊ അത് പറയാനല്ല. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. അതാണ് ചെയ്യേണ്ടത്. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, ഇത് നബിയോട് ചോദിക്കാൻ പറ്റുമോ അതോ പറ്റുകയില്ലേ? അതൊന്ന് പറയണം. അത് പറഞ്ഞാൽ വിഷയം തീരും. സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനല്ലേ റബിയ തങ്ങൾ ചോദിച്ചത്? അത് ചോദിക്കാമെങ്കിൽ ഈ സമൂഹത്തിന്റെ വിഷയം തീർന്നു. നബിയേ, ഞങ്ങൾക്ക് സ്വർഗത്തിലെ ഉന്നത പദവി വേണം, ഇത് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? ഖുർആനിൽ പറയുന്നതൊന്നും അവർക്ക് ബാധകമല്ല. കാരണം അവര് പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കിത് ബാധകമല്ല. അത് മക്കാ മുശ്രിക്കുകൾക്ക് മാത്രമേ ബാധകമുള്ളൂ.
കണ്ടാ, ഇതാണ് ഈ പറയുന്നത്. ഖുർആനിലേക്ക് നോക്കൂല, ഖുർആൻ പഠിക്കുന്നത് തന്നെ അവർ കർശനമായി തടഞ്ഞിരിക്കുക. എന്താ കാരണം? ഇതൊക്കെ ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർ സത്യത്തിലേക്ക് തിരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഭൗതികമായ നഷ്ടങ്ങളെ കുറിച്ച് ഭയപ്പെടാതെ അള്ളാഹുവിന്റെ അടുക്കൽ വന്നു പോകാൻ പോകുന്ന ഭയാനകരമായ നഷ്ടങ്ങളെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് ഈ അറിവില്ലാത്ത ജനവിഭാഗം അകപ്പെട്ടിരിക്കുന്ന, നിങ്ങൾ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലാലത്തിൽ നിന്നും നിങ്ങൾ ഈ ജനങ്ങളെ തിരിച്ചു വിളിക്കണം. നിങ്ങൾ ഈ പടച്ചുണ്ടാക്കിയ ജഹാലത്തും വലാലത്തുമായ ഈ ഇസ്തിഗാസ, ആ ഇസ്തിഗാസക്ക് നിങ്ങൾ പരിധി നിശ്ചയിക്കണം. ഒരു പരിധിയുമില്ലാതെ മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്ന് നിങ്ങൾ എഴുതിവിടുകയും പ്രസംഗിക്കുകയും സംവാദങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ വളർന്നു വരുന്ന തലമുറ അവർ മനസ്സിലാക്കുന്നത് മക്കാ മുശ്രിക്കുകൾ മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറത്താണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ വാദിക്കുന്നു റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്ന്. ഞാൻ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഒറ്റവാക്കിൽ മറുപടി പറയാൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകത്ത് ഇന്നേ വരെ സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള ഓരോറ്റ പണ്ഡിതന്മാരും റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ തെളിവ്. അങ്ങനെ ആ തെളിവ്, ആ മറുപടി നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ അല്ല പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട്, താബിഈകൾ ചോദിച്ചിട്ടുണ്ട്, താബിഈകൾ ചോദിച്ചിട്ടുണ്ട്. പണ്ഡിത ലോകം, മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമുകളായ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറയാതെ നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ പാപപ്പെട്ട ജനവിഭാഗങ്ങളെ ബുദ്ധിമുട്ടിലും വിഷമത്തിലും അവരുടെ ഈമാൻ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഞാൻ എന്റെ വിശദീകരണത്തിൽ ആവർത്തിക്കുകയാണ്, പണ്ഡിത സമൂഹമേ, നിങ്ങളെ കുറിച്ച് ഞാൻ പണ്ഡിതന്മാർ എന്നേ പറയുള്ളൂ. നിങ്ങൾ കുറെ കിതാബുകളൊക്കെ ഓതി പഠിച്ചവരല്ലേ. നിങ്ങൾ ഏത് തരത്തിലുള്ള മോശമായ പ്രയോഗങ്ങൾ നടത്തിയാലും എനിക്കത് പ്രശ്നമല്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് ശത്രുക്കൾ എഴുതിവിട്ട ആരോപണങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ശത്രുക്കളുടെ പ്രതികരണങ്ങളെ ക്ഷമയോടെ സ്വീകരിക്കുകയും അങ്ങി കേൾക്കുകയുമാണ് ചെയ്തത്. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയല്ല, ഈ മുസ്ലിം ജനവിഭാഗങ്ങളെ ഈ വലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളും നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയുന്ന എല്ലാ വാക്കുകളും പരിഹാസ വാക്കുകളൊക്കെ ക്ഷമിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇവിടെ ആവശ്യം നിങ്ങൾക്ക് തിരിയാനല്ല, ഇവിടത്തെ ജനങ്ങൾക്ക് തിരിയാനാണ്. ഇതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന വാദം? റസൂലുള്ളാഹിനെ ചോദിക്കാം, മരിച്ചുപോയ മഹാന്മാരോട് ചോദിക്കാം, സ്വർഗം ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, നരകവിമോചനം ചോദിക്കാം, ഒക്കെ ചോദിക്കാമെന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്തേ നിങ്ങൾ പറയാത്തത്? എന്തേ പറയാത്ത? ഞാൻ പറഞ്ഞല്ലോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ആ ഹദീസ് സ്വന്തമായി വ്യാഖ്യാനിക്കാൻ എനിക്ക് അധികാരമില്ല. മുസ്ലിം ഉമ്മത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നു. എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു? ആ ഹദീസിന്റെ വെളിച്ചത്തിൽ സ്വഹാബത്ത് മുതൽക്ക് ഇങ്ങോട്ട് ഓരോറ്റ വ്യക്തിയും റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല. അതാണ് തെളിവ്, അതാണ് എന്റെ മറുപടി. അതുകൊണ്ട് നിങ്ങൾ ഈ ആയത്തുകളൊക്കെ തന്നെ, ഖുർആനുള്ള ആയത്ത് മുഴുവനും അത് മക്കാ മുശ്രിക്കുകൾക്ക് മാത്രം ബാധകമാണ്. എന്തേ ബാധകമായത്? നിങ്ങളിലേക്ക് ശിർക്ക് കടക്കൂല. എന്തേ കടക്കാത്തത്? കടക്കാത്തതിന്റെ കാരണം നിങ്ങൾ കടുത്ത വല്ല ശിർക്കിൽ തന്നെയാണ്. പിന്നെ ശിർക്ക് നിങ്ങളിലേക്ക് എങ്ങനെയാ കടക്കുക? നിങ്ങൾ ശിർക്കിൽ തന്നെയാണെങ്കിൽ പിന്നെ ശിർക്കിലേക്ക് എങ്ങനെ കടക്കും? തഹ്സീലുൽ ഹാസിൽ മുഹാലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹാസിലായ ഒരു കാര്യം പിന്നെ എങ്ങനെയാ ഹാസിലാകുന്നത്? നിങ്ങൾ മുശ്രിക്കാണെന്ന് ഞാൻ പറയൂല കേട്ടോ, നിങ്ങൾ മുശ്രിക്കാണെന്ന് ഞാൻ പറയൂല. പക്ഷേ നിങ്ങൾ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു. ശിർക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അത് നിങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരാൾ ശിർക്ക് ചെയ്താൽ അവനെ മുശ്രിക്ക് എന്ന് വിളിക്കാവോ? അത് വേറൊരു ചർച്ചയാണ്. മുസ്ലിങ്ങളിൽ ശിർക്ക് സംഭവിക്കൂല എന്ന് നിങ്ങൾ ഹദീസ് തെളിവ് ധരിച്ചുകൊണ്ട് പ്രസംഗിക്കാറില്ലേ? അങ്ങനെ മുസ്ലിം സമുദായത്തിലേക്ക് ശിർക്ക് കടക്കുകയില്ലേ? മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടല്ലേ അബൂബക്കർ ഹാജി സന്താനം ഉണ്ടാകാൻ വേണ്ടി ഗുരുവായൂർക്ക് പോയത്? ശിർക്ക് കടക്കൂല, നിങ്ങളിൽ മുസ്ലിങ്ങളിൽ ശിർക്ക് വരൂല. അപ്പൊ അബൂബക്കർ ഹാജിക്ക് എവിടെ പോകാം? ഗുരുവായൂർക്ക് പോകാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിക്കുന്നവരല്ലേ?
ഏതോ ആളുകൾ പറഞ്ഞതൊക്കെ പറഞ്ഞു ഞങ്ങൾക്കും പറയാനുണ്ട്. നിങ്ങളെ മംഗള അബ്ദുൽ അസീസ് മദനിലെ ക്ഷേത്രത്തിൽ പോയി തേങ്ങ ഉടച്ചത് അതൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്കുണ്ട്. അതൊന്നും പറയണ്ട. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ഞാൻ എന്റെ ഈ മൗലവിയോട് ചോദിക്കുന്നു. റാസി എടുത്ത് വായിച്ചല്ലേ ഇമാം റാസി റഹിമഹുല്ലാഹ് ഇസ്തിഗാസ ചെയ്യാൻ പഠിപ്പിച്ചത് കാണിച്ചു തന്നാൽ നിങ്ങൾ സുന്നിയാവാൻ തയ്യാറുണ്ടോ? അതൊരു ചോദ്യമാണ്. റാസി ഇമാമിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ഞാൻ ചോദിക്കുന്നു, ഇമാം റാസി ഇസ്തിഗാസ അതേ തഫ്സീറിൽ പറഞ്ഞത് കാണിച്ചു തന്നാൽ സുന്നി പ്രസ്ഥാനത്തിലേക്ക് വരാൻ തയ്യാറുണ്ടോ? തഫ്സീറുർ റാസി കയ്യിൽ പിടിച്ചിട്ടാ ചോദിക്കുന്നത്. റാസിയുടെ പേരിലുള്ള തട്ടിപ്പല്ലേ? ഞങ്ങൾ കാണിച്ചു തരാം. ഇരിക്കട്ടെ, അത് ചോദ്യത്തിലേക്ക് തന്നെ വരുന്നു. ചോദ്യം വിട്ടിട്ടില്ല. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ലേ? എന്താണിത് പറയാത്തത്? അത് പറഞ്ഞാൽ ഇവിടെ വിഷയം തീരും. അതൊന്ന് പറയൂ ജനങ്ങളോട്. ഈ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൂ. സ്വർഗത്തിലുള്ള ഏറ്റവും വലിയ പദവി നബി തങ്ങളോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ? വിശദീകരണങ്ങൾ വിശദീകരിക്കണ്ട, അതൊന്നും വേണ്ട. ഒരു വ്യക്തി റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ അതോർപ്പാണല്ലോ. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ചോദിച്ചല്ലോ. ഈ റബീഅ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? അത് പറഞ്ഞു കൊടുത്താൽ മതി. റബീഅ റളിയല്ലാഹു അൻഹു ചെയ്തത് ശിർക്കാണോ? അതിങ്ങോട്ട് പറയൂ. റബീഅ റളിയല്ലാഹു അൻഹു ചെയ്തത് ശിർക്കാണോ? അതാണ് ഈ ചോദിച്ചതിന്റെ അർത്ഥം. അപ്പൊ റളിയല്ലാഹു അൻഹു ഇവിടെ ഏറ്റവും നിങ്ങൾ ദലാലത്ത് ജൗലെന്നൊക്കെ പറയുന്ന ഏതാ? സ്വർഗം ചോദിക്കലല്ലേ? റബീഅ തങ്ങൾക്ക് ഈ ജഹാലത്ത് തിരിഞ്ഞിട്ടില്ലേ? റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താ? സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാണ്. അത് ശിർക്കാണോ? അതല്ലേ നിങ്ങൾ പറയേണ്ടത്. റാജി ഞങ്ങൾ എടുക്കാൻ പറയുമ്പോൾ എടുക്കാം. ഓരോ കിതാബും എടുക്കാൻ ഞങ്ങൾ സമയം തരും. അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്, റബീഅ തങ്ങൾ ചോദിക്കുന്നു, അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന. റബീഅ തങ്ങൾ ജഹ്ല് പ്രവർത്തിച്ച ആളാണോ? ശിർക്ക് ചെയ്ത ആളാണോ? ഇമാം റാസി പറഞ്ഞതിൽ റബീഅ പെടുമോ? റളിയല്ലാഹു അൻഹു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസ്, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാമെന്ന് ലോകത്ത് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. സ്വഹാബാക്കൾ ചോദിച്ചിട്ടില്ല. താബിഈകളും താബിഈകളും ചോദിച്ചിട്ടില്ല. അതാണ് അതിന്റെ മറുപടി. മറിച്ച് അതിനെതിരായി അഥവാ സ്വർഗം ചോദിക്കലും അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കലും ഹിദായത്ത് ചോദിക്കലും ആഫിയത്ത് ചോദിക്കലും ഒക്കെ അല്ലാഹുവും അവന്റെ റസൂലും അതിനുവേണ്ടി ഒട്ടനവധി പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൽ ഹുദാ, എനിക്ക് ഹിദായത്ത് തരണം, വത്തുഖാ, എനിക്ക് തഖ്വ തരണം, അതേപോലെ അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ, എനിക്ക് ഇഫ്ഫത്ത് തരണം, എനിക്ക് സമ്പന്നത തരണം. ഇതൊക്കെ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. നമ്മൾ എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചതുകൊണ്ട്. നീ എല്ലാ സമയങ്ങളിലും ചോദിക്കണം, അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി, ഞാൻ നിശ്ചയം നിന്നോട് അസ്അലുക ചോദിക്കുന്നു, അസ്അലുക നിന്നോട് ചോദിക്കുന്നു, അൽ ജന്നത സ്വർഗം ചോദിക്കുന്നു, വഅഊദു ബിക മിനൻ നാർ, നിന്നോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരിക്കെ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാൻ, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാൻ, ഹിദായത്ത് ചോദിക്കാൻ, ആഫിയത്ത് ചോദിക്കാൻ, അങ്ങനെ അതിന് തുല്യമായ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ, മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാൻ എന്തേ നിങ്ങളൊരു ഹദീസ് ഉദ്ധരിക്കാത്തത്? അസ്അലുക മുറാഫഖതകൽ ഫിൽ ജന്ന എന്നുള്ള ആ ഹദീസ് തന്നെ ഇതാ ഉദ്ധരിച്ചുകൊണ്ട് ഇതൊക്കെ ചോദിക്കാൻ നമുക്ക് പണ്ഡിത ലോകം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുഫസ്സിറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, മുഹദ്ദിസുകൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എന്തേ നിങ്ങൾ പറയാത്തത്? മുസ്ലിം ലോകത്തിന്റെ നിശബ്ദത എന്തുകൊണ്ട് സംഭവിച്ചു? ഇത്രയും വലിയ ഒരു മഹാഭാഗ്യം ഈ സമുദായത്തിന് ലഭിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ ഭാഗ്യം സ്വഹാബത്ത് ഉപയോഗപ്പെടുത്താതിരുന്നത്? സ്വഹാബത്ത് ചോദിക്കണ്ടേ റസൂലുള്ളാഹിനോട്? വളരെ എളുപ്പമല്ലേ സ്വർഗം കിട്ടാൻ? റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ സ്വർഗം കിട്ടൂലേ? പിന്നെന്തിനാ വെറുതെ ഇങ്ങനെ? അള്ളാഹിനോട് ചോദിച്ചാൽ മൂന്നിലേതെങ്കിലും ഒന്നാ കിട്ടുള്ളൂ. മൂന്നിലേതെങ്കിലും ഒന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ അപ്പോൾ തന്നെ കിട്ടും,
ചിലപ്പോൾ അല്ലാഹു തആല അതിന് പകരമായി നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. മറ്റു ചിലപ്പോൾ അത് രണ്ടും തരാതെ നാളെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കുന്നതാണ്. അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചാൽ ഈ മൂന്നിലേതെങ്കിലും ഒന്ന് പെടുവോ? റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചാൽ, മരിച്ചുപോയ മഹാത്മാക്കളോട് സ്വർഗം ചോദിച്ചാൽ ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് പെടുവോ? അങ്ങനെ പെടുമെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ടോ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ മുസ്ലിം ജനവിഭാഗത്തെ മക്ബറകളിലേക്ക് പറഞ്ഞയച്ചിട്ട് നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അവിടെ പോയി പറഞ്ഞോ, അവര് കേൾക്കും, അവര് കാണും, അവരറിയും, അവരുത്തരം ചെയ്യും. അതിനുള്ള എല്ലാ കഴിവുകളും അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള നിങ്ങളുടെ ഈ പ്രചരണത്തിന് തടയിടാനാണ് ഈ വിനീതനായ ഞാൻ ഇങ്ങനെ ഒരു പുതിയ രീതി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് തോട്ടുമുഖത്ത് പോയത്. ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇതേപോലെ ഇതിനേക്കാൾ കുറെ കൂടി ശക്തമായി തന്നെ പ്രതികരിച്ചു കൊണ്ടിരിക്കും. ഈ വലാലത്തിൽ നിന്ന് എന്നാണോ നിങ്ങൾ പിന്മാറുന്നത്? ഇത്രയെങ്കിലും നിങ്ങൾ ഇവിടെ വെച്ച് സമ്മതിക്കൂ. അല്ലാഹുവിന്റെ റസൂലിനോട് ഇപ്പോഴും നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ചോദിക്കാമെന്നാണല്ലോ. മുസ്ലിം സഹോദരങ്ങളെ, സുന്നികളാണെന്ന് അവകാശപ്പെടുന്നവരെ, നിങ്ങൾ ഒരിക്കലും ഇതിന് ഉത്തരവാദിയല്ല കേട്ടോ. മുസ്ലിം ജനവിഭാഗത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, സുന്നി വിഭാഗത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ പണ്ഡിതന്മാരാണ് ഇതിന് കാരണം. നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഏതെങ്കിലും മക്ബറയുടെ അടുത്ത് ചെന്നിട്ട് ആ മക്ബറയിൽ കിടക്കുന്ന മഹാനെന്ന് വിശ്വസിക്കുന്ന ആളോട് പ്രാർത്ഥിക്കാം, എന്തു ചോദിക്കാമെന്ന് ലോകത്ത് ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതാ ഇവർ പറയുന്നു അത് ചെയ്യാം, അത് ചെയ്യാം, ഇനി ചെയ്യാം എന്ന് ഇതാ ഇപ്പോൾ അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ച് സമ്മതിപ്പിക്കാനാണ് ഈ വിശദീകരണത്തിൽ ഞാൻ സമ്മതിച്ചത്. ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും 10 പണ്ഡിതന്മാരുടെ മുന്നിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും എന്തും സഹിച്ചു വരാൻ തയ്യാറായത് എന്തുകൊണ്ടാണ്? ഈ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാനാണ്. ഇങ്ങനൊരു വാദം ഉണ്ട് ഇവർക്കെന്ന് ഇവിടുത്തെ മുസ്ലിം സാമാന്യ ജനങ്ങൾക്ക് അറിയില്ല. കാരണം അവിടെ യഥാർത്ഥത്തിൽ എനിക്ക് സംവാദത്തിൽ ലെറ്റർ എന്താണെന്നറിയോ? ഞാൻ അവിടെ ഉന്നയിച്ച ആ വിഷയങ്ങളൊന്നും ഇസ്ലാമിലില്ല, സുന്നികൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനാ. വിടുവായിത്തം നിർത്തി മറുപടി പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ വിടുവായിത്തം സദസ്സിന് ആവശ്യമില്ല. ഞങ്ങളുടെ നയം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഞങ്ങളെ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കും വേണ്ട. ഞങ്ങൾ 2 കാര്യം പറയുന്നു. ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലും സ്വഹാബികളും പ്രവേശിച്ച സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗമാണ് ഞങ്ങൾക്ക് വേണ്ടത്. റബിയ തങ്ങൾ പ്രവേശിക്കുന്ന സ്വർഗം. നിങ്ങളുടെ വലാലത്ത് ഈ കുറെ ആളുകൾ ഞങ്ങൾ തലപ്പാവുധാരികളാണെന്ന് പറഞ്ഞ് മുജാഹിദിലേക്ക് പോകുമ്പോ അവരുടെ വിഡ്ഢിത്തം സമുദായത്തിന് ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ ഇത്തരം വേദികൾ ഒരുക്കിയത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പിടിച്ചു കെട്ടുകയാണ്. ഒരൊറ്റ ചോദ്യം, മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ലേ, സ്വർഗത്തിലല്ലേ? റബീഅ തങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്കാ ഞങ്ങൾ പോകുന്നത്. എങ്കിൽ എന്റെ ചോദ്യം, റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം. ആ പദവി വേണം നബിയെ. ഈ റബീഅ മുശ്രിക്കാണോ? റബീഅ തങ്ങൾ മുശ്രിക്കാണോ? ഞങ്ങളെ മുശ്രിക്കാക്കിയവരോടാണ് ചോദ്യം. റബീഅ തങ്ങൾ മുശ്രിക്കാണോ? പറയണ്ടേ മറുപടി? പറഞ്ഞോ? പറഞ്ഞില്ല. പറയാൻ കഴിയുമോ? കഴിയില്ല. റബീഅ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? മുശ്രിക്കാണോ? സ്വർഗം ചോദിച്ച റബീഅ തങ്ങൾ മുശ്രിക്കാണോ? അതാ നിങ്ങൾ പറയേണ്ടത്. ഇല്ല, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, നിങ്ങളെ വിടുവായിത്തങ്ങളല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾ സ്വഹാബികളുടെ മാർഗത്തിലാണ്. ഇമാമിങ്ങൾ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉച്ചക്ക് വേണമെങ്കിൽ ഒരു സംവാദം നടത്തിക്കോ, ഞങ്ങൾ വരിക്ക് പറഞ്ഞു തരും. ചോദ്യം മാറ്റാൻ സമ്മതിക്കൂല. ഈ ഹദീസ് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞതല്ലേ, ഞങ്ങൾ പറഞ്ഞു തരാം. ഡസൻ കണക്കിനുണ്ട്, 1 അല്ല 2 അല്ല. പക്ഷെ ഇത് പറയണം. റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, എനിക്ക് സ്വർഗത്തിലെ ഉന്നത പദവി വേണം. ഈ റബീഅ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? അത് നിങ്ങൾ പറയണം. അത് മുശ്രിക്കാണെങ്കിൽ റബീഅ തങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്കാണ് ഞങ്ങൾക്ക് പോവാനുള്ളത്. ഞാൻ ചോദിക്കുന്നു, റബീഅ തങ്ങൾക്ക് ഖുർആൻ തിരിഞ്ഞില്ലേ? ചാത്തനക്കെന്ന് മഹ്സറാന്ന് പറഞ്ഞ മാതിരിയാണ്. ഇതൊക്കെ പറഞ്ഞാലും അവർക്ക് പ്രശ്നമല്ല. അവര് പിടിച്ച മുയലിന് ചെവി 3 സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞില്ലേ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസ്
അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ലായിരുന്നോ? അവിടത്തേക്ക് മനസ്സിലായില്ലായിരുന്നോ? അദ്ദേഹം ചോദിച്ചോ റസൂലുള്ളാഹിനോട് സ്വർഗം? സ്വഹാബാക്കളിൽ ആരെങ്കിലും ചോദിച്ചോ? അപ്പൊ അതുകൊണ്ട് അള്ളാഹിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കാത്ത സ്ഥിതിക്ക് പിന്നെ ലോകത്ത് ആർക്കാണ് ചോദിക്കാൻ പറ്റുക? ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ എന്നുള്ള ആയത്ത്, അല്ലാഹു തആല പറഞ്ഞ ആയത്ത്, ഇന്ന റബ്ബക നിശ്ചയം തങ്ങളുടെ റബ്ബ്, ഹുവ അഅലമു അവനാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമൻ ളല്ല അൻ സബീലിഹി യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരെ സംബന്ധിച്ച് അല്ലാഹ് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ ആരാണ് ഹിദായത്ത് സിദ്ധിച്ചവർ എന്നും അല്ലാഹുവിനറിയാവുന്നതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറയുന്നു, വൽ മഅന എന്താണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം? അന്നക മുകല്ലഫുൻ ബിദ്ദഅവതി ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കൽ കൊണ്ട് അങ്ങ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബിഹാദിഹി തുറുഖിസ് സലാസ ഈ 3 രൂപത്തിലൂടെ, അഥവാ ഉഅ്ബുദ് റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ അല്ല അതല്ല ഉദ്ഉ ഇലാ സബീലി റബ്ബിക എങ്ങനെയാണ്? ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന ഈ 3 വിധത്തിലൂടെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അങ്ങേ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അഥവാ ഹിക്മത്ത്, മൗഇദത്ത്, ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന ഈ 2 കാര്യങ്ങളും വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ ഏറ്റവും നല്ല രൂപത്തിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യണം. അതേ സംവാദത്തിന്റെ സ്വഭാവത്തിലാണ് ചർച്ചയാണെങ്കിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സത്യം ബോധ്യപ്പെടുത്താനാണ്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുന്നതിന്റെ അവസാന ഭാഗം, അപ്പോൾ ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുന്നത് നബിയെ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അത് വഴിതെറ്റിയവരും വഴിപിഴച്ചവരും ആരാണെന്ന് അല്ലാഹുവാണ് അറിയുന്നത്. ഹിദായത്ത് സിദ്ധിക്കുന്നവർ ആരാണെന്നും അല്ലാഹുവാണ് അറിയുന്നത്. അതുകൊണ്ട് ഹിദായത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലില്ല. ഒരു പക്ഷേ നിങ്ങൾ പറയും ഇതും ദഈഫായ ഹദീസാണ്. ആയിക്കോട്ടെ, ഞാൻ നിയോഗിക്കപ്പെട്ടത് ദാഇയായിട്ടാണ്, ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയായിട്ടാണ്. അള്ളാഹു എന്നെ ഏൽപ്പിച്ചു തരുന്ന കാര്യങ്ങള് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഞാനിത് പഠിച്ചത് എവിടെ നിന്നാണ് ഈ ഹദീസ് പഠിച്ചത്? നിങ്ങളുടെ പാളയത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതും ദഈഫാണെങ്കിൽ തള്ളിക്കളഞ്ഞുകൊള്ളുക. അവർ നിങ്ങളുടെ പാളയത്തിലുള്ളവർ പഠിപ്പിച്ച ഹദീസാണ്, ദഈഫാണോ തള്ളിക്കൊള്ളുക. വലൈസ ഇലയ്യ എന്റെ ഭാഗത്തേക്കുള്ളതല്ല. ബിൽ ഹിദായ മിനൽ ഹിദായത്തി ശൈഉൻ ഹിദായത്തിന്റെ ഒന്നും എന്റെ കയ്യിലില്ല. റസൂലുള്ളാഹി പറയാ, ഹിദായത്തിന്റെ ഒന്നും എന്റെ കയ്യിലില്ല. പിന്നെ എന്താ എന്റെ ജോലി? എന്റെ ഞാൻ ദാഇയാണ്, മുബല്ലിഗാണ്. അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അള്ളാഹുവിന്റെ ദീനിലേക്കും തൗഹീദിലേക്കും ജനങ്ങളെ ക്ഷണിക്കുകയുമാണ്. ഹിദായത്ത് എന്റെ കയ്യിലില്ല. അല്ല, എവിടെ എത്തിപ്പോ? എന്താ പറയാത്തത്? ചോദ്യം മനസ്സിലായില്ലേ? മൂപ്പര് ചോദിക്ക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്അലിക മുറാഫഖതക അത് ചോദിച്ചോ? ശരി, ഞാൻ ചോദിക്കുന്നു, അത് ഞങ്ങൾ പറയാ. ഒരു ചോദ്യം അങ്ങോട്ട് നേരത്തെ ചോദിച്ചതന്നെ, ചോദിച്ച റബീഅ തങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്താണ്? അതൊന്ന് പറയൂ നിങ്ങൾ. അത് പറയൂ. അബൂബക്കർ തങ്ങൾക്ക് ചോദിച്ചോ? ഉമർ തങ്ങൾ ചോദിച്ചോ? പിട്ടിത്തമാണ് മൗലവി ആ ചോദ്യം. ശിർക്കാണെങ്കിൽ ഒരു സ്വഹാബിക്കും പറ്റൂല. അങ്ങനെയുണ്ടോ ഒരു ശിർക്ക്? അബൂബക്കർ തങ്ങൾ ചോദിച്ചിട്ടില്ല, ഉമർ തങ്ങൾ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ശിർക്കാണെന്നോ? അപ്പൊ റബീഅ തങ്ങൾ മുശ്രിക്കാണോ? പറഞ്ഞു കൊടുക്കൂ ജനങ്ങളോട്. ഞങ്ങളെ തെളിവും ഞങ്ങളുടെ വാദവും ഇവിടെ വെളിവായിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു. ഇല്ല, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്കതിനെ തകർക്കാൻ കഴിയില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി
ആ നേതാവിനോട് ചോദിച്ചു എന്ന് സ്വർഗത്തിലെ ഉന്നത പദവി വേണം, പറയൂ മറുപടി. ഈ മഹാനായ റബീഅ മുശ്രിക്കാണോ? അത് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും. കാരണം എന്തുകൊണ്ട്? റബീഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, ചോദിച്ചത് നബിയോടാണ്. അത് ശിർക്കാണെങ്കിൽ നബി പറയും. നബി പറഞ്ഞിട്ടില്ല റബീഅ തങ്ങൾ മുശ്രിക്കാണോ അല്ലേ? അത് പറയണം. റബീഅ തങ്ങൾക്ക് സ്വർഗം ചോദിക്കാമെങ്കിൽ ഞങ്ങൾക്കും ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത്? ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നത്? അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു കൊടുക്കണം. റാസി നിങ്ങൾ എടുത്തല്ലോ, നേരത്തെ എടുത്തപ്പോൾ റാസി എടുത്തു വെച്ചു. കാരണം എന്താ? റാസി ഇമാം ഇസ്തിഹാസ ചെയ്യാമെന്ന് പറഞ്ഞ പണ്ഡിതനാണ്, നബി ഇമാം ഇസ്തിഹാസ ചെയ്ത പണ്ഡിതനാണ്, അഹ്മദ് ബിൻ ഹംബൽ ചെയ്ത ആളാണ്, ഇമാം ഷാഫി ചെയ്ത ആളാണ്. നിങ്ങളെപ്പോലെയുള്ള വിഡ്ഢികൾക്കല്ലാതെ ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല. റബീഅ തങ്ങൾ വരെ ചെയ്തു ഇസ്തിഹാസ. അതല്ലേ തോട്ടുമുഖത്ത് ഇവിടെ വ്യക്തമായ ചിത്രമാണ്. അതേ, സ്വർഗത്തിലെ ഉന്നത പദവി വേണം നബിയെ, സ്വർഗത്തിലെ ഉന്നത പദവി വേണം നബിയെ. ഈ റബീഅ മുശ്രിക്കാണോ? റാസി ഇമാം ഇസ്തിഗാസ ചെയ്തു, ആ ഇമാം ഇസ്തിഗാസ ചെയ്തു. ഇതൊക്കെ നേരത്തെ ഞാൻ ചോദിച്ചില്ലേ? ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എഴുതിയിട്ടുണ്ടോ? ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ അനുവദനീയമാണെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എഴുതിയിട്ടുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇതുവരെ മറുപടി പറഞ്ഞോ? ഇതേ രൂപത്തിലാണ് നിങ്ങളുടെ സംവാദങ്ങളെല്ലാം നടന്നത്. അഥവാ നിങ്ങൾ ഇങ്ങനെയുള്ള വെറും തട്ടിപ്പുകളുമായി നിങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു പച്ചക്കളവും വലാലത്തും സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തമായ നിങ്ങളുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളെ മറ്റേതെങ്കിലും ഭൗതികമായ വൈഭവങ്ങൾ ഉപയോഗപ്പെടുത്തി തടി ഊരാൻ ശ്രമിക്കുന്ന രീതിയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇവിടെയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അഥവാ ചോദ്യം നിങ്ങൾ മറുപടി പറയാനല്ല, ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി, ജനങ്ങൾ കേൾക്കാനാണ്. നിങ്ങൾ ചോദിക്കാമെന്നവരാണല്ലോ, ആ ചോദിക്കാമെന്നവർക്ക് ചോദ്യ രൂപത്തിലുള്ള മറുപടിയാണ്. തോട്ടുമുഖത്ത് ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു സംഭവം അത് അള്ളാഹുവിന്റെ ദീനിനെതിരാണെന്നോ അല്ലെങ്കിൽ തൗഹീദിനെതിരാണെന്നോ ഹിദായത്തിനെതിരാണെന്നോ മുസ്തഖീമായ മാർഗത്തിനെതിരാണെന്നോ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇമാം റാസി ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതാണ് ആ ഇസ്തിഗാസ? നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞ വാക്കിന് ചോദ്യ രൂപത്തിൽ മറുപടിയാണ്. റാസി ഇസ്തിഗാസ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഏതാണ് ആ ഇസ്തിഗാസ? അതൊന്നെടുത്ത് ഈ സദസ്സിലൊന്ന് പറയാമോ? റാസി നടത്തിയ ഇസ്തിഗാസ ഈ സദസ്സിലൊന്ന് പറയാമോ? അതൊരു പുതിയ ഇസ്തിഗാസയായിരിക്കുമല്ലോ. മുസ്ലിം ലോകത്തിന് അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഇമാം റാസി തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിന്റെയും തിരുവചനങ്ങളുടെയും പിൻബലത്തിൽ ഒരു ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലോകത്തിന് അംഗീകരിക്കുന്നതിന് എന്താ കുഴപ്പം? അതുകൊണ്ട് റാസി ഇമാം ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് ഒന്നിവിടെ പറയുക. നിങ്ങൾ വല്ലപ്പോഴും സംഭവം ഓർക്കുന്നില്ലേ? എല്ലാ സ്ഥലത്തും നിങ്ങളുടെ പതിവിതാണ്. ഈ പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങളെ നിങ്ങൾ ഇതേ രൂപത്തില് വലാലത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം സുന്നി മുസ്ലിം സമൂഹമേ, നിങ്ങളുടെ വീടുകളിലുള്ള മൗലിദ് കിതാബുകളുണ്ടല്ലോ, ആ മൗലിദ് കിതാബുകളിൽ ഒരൊറ്റ കിതാബ് പോലും സുന്നി മുജാഹിദ് സംവാദത്തിന് പറ്റൂലാത്രേ. സുന്നി മുജാഹിദ് സംവാദത്തിലേക്ക് കൊണ്ടുവരാൻ അവര് മർക്കസിൽ നിന്നിറക്കിയ നിശ്ചിതമായ 2, 3, 4 മൗലിദുകളല്ലാതെ ഒരൊറ്റ മൗലിദ് പോലും നിങ്ങളുടെ വീടുകളിലുള്ള മുഴുവൻ മൗലിദ് കിതാബുകളിലും തെറ്റുകളുണ്ട്, അബദ്ധങ്ങളുണ്ട്, കളവുകളുണ്ട് എന്നവിടെ തുറന്ന് സമ്മതിക്കുകയും അവസാനം സംവാദം നടക്കാതെ പിരിഞ്ഞു പോവുകയുമാണ് ചെയ്തത്. അല്ലാഹുവിന്റെ ഖുർആനിനേക്കാൾ ആദരവോടെ ബഹുമാനത്തോടെ ഇത്രയും കാലം മുസ്ലിം സമൂഹം ബഹുമാനിച്ചുകൊണ്ട് തലയണയുടെ മുകളില് ഒരു പുതപ്പും കൂടി ഇട്ട് അതിന്റെ മുകളില് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ച് നടത്തിയിരുന്ന ആ മൗലിദ് കിതാബുകൾ എന്തേ നിങ്ങൾ സംവാദത്തിന് കൊണ്ടുവരാതിരുന്നത്?
അതുകൊണ്ട് മൗലിദ് കിതാബുകളുടെ സ്ഥിതി അങ്ങനെയാണ്, ഇസ്തിഗാസയുടെ സ്ഥിതി ഇങ്ങനെയാണ്. അങ്ങനെ ഇസ്തിഗാസയുടെ കാര്യമാണെങ്കിലും ഈ മൗലിദ് റാസീബാദി കാര്യങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇന്നുവരെ തെളിവുദ്ധരിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് അനുകൂലമാണ്, ദീനിനുള്ളതാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാണ്? ഈ വിഷയം നിങ്ങൾക്കെതിരെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വാദങ്ങളെ ഖണ്ഡിച്ച് മുസ്ലിം സമുദായത്തെ ഈ നേരായ പാതയിലേക്ക് നയിക്കാൻ എന്നെ കൊണ്ടാവുന്നത് ചെയ്യുക എന്നത് മാത്രമാണ്. ഒരിക്കലും ഞാൻ തൊട്ടുമുത്ത് പറഞ്ഞല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെന്തിനാണ്? ഈ സത്യം ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒറ്റ വാക്കൽ മറുപടി ഒന്നുകൂടി പറയാണ്. പണ്ഡിത ലോകം ഇന്ന് വരെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ അനുവദനീയമാണ്, അത് പുണ്യമാണെന്ന് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മറുപടി അതേ രൂപത്തിൽ തന്നെ പറഞ്ഞത്. അഥവാ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കുക, ഹിദായത്ത് ചോദിക്കുക, ആഫിയത്ത് ചോദിക്കുക, അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുക, സന്താനങ്ങളെ ചോദിക്കുക, രോഗശമനം ചോദിക്കുക, അതൊക്കെ അള്ളാഹുവിനോട്. അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസി ഇശ്ഫി അന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. രോഗം വന്നാൽ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയി എന്താ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന എത്ര സുന്നികൾക്കറിയാം? ഇതെന്തായാലും ഒന്ന് മന്ത്രിക്കേണ്ടി വരുമ്പോ മന്ത്രം മൗലൂദൊക്കെ എത്തിയിട്ടുണ്ട്. ഒപ്പൊരു വല്ലപ്പുഴയിലാണുള്ളത്. മൗലവി ഇത് തോട്ടുമുഖമാണ്, അവിടെ ഞങ്ങൾ അതിന് കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഉമർ മൗലവിന്റെ സൽസബിയിൽ പോലും വലിച്ചെറിഞ്ഞ സംഭവമാണത്. അത് നിങ്ങൾക്കിനൊരു പൂതിയുണ്ടോ? വേണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വ്യവസ്ഥ എഴുതിക്കോ, മൗലിദ് ഞങ്ങൾ ഇവിടെ തന്നെ നടത്തിത്തരാ. ഇരിക്കട്ടെ, ഞങ്ങളെ ചോദ്യം അതല്ല. ഇമാമിങ്ങൾ വിശദീകരിച്ചോ എന്നും ചോദിച്ചിട്ടില്ല. റാസി ഇമാമിന്റെ തഫ്സീർ ഞങ്ങളെ കയ്യിലുണ്ട്. റാസി ഇമാം ഇസ്തിഗാസ അംഗീകരിച്ച് ഇസ്തിഗാസയുടെ സംഭവം തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചത് ഞങ്ങൾ വായിച്ചാൽ നിങ്ങൾ മാറുമോ എന്ന് പറയണം. പക്ഷേ അതിനു മുമ്പ് ഈ സമുദായത്തിന് കേൾക്കേണ്ട ഒരു ഉത്തരമുണ്ട്. അത് ഇനിയും പറഞ്ഞിട്ടില്ല. അതെന്താണെന്നറിയോ? നിങ്ങൾ എല്ലാ സ്ഥലത്തും പ്രസംഗിച്ച് നടക്കുന്നത് നബിയോട് സ്വർഗം ചോദിച്ചവൻ കാഫിറായി എന്നാണ്. ഞാൻ ചോദിക്കുന്നു, നബിയോട് സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ചോദിച്ച മഹാനായ റബീഅ തങ്ങൾ മുശ്രിക്കാണോ? പറയണ്ടേ മറുപടി? ഉടനെ പറഞ്ഞിരിക്കണം. ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. റാസിയൊക്കെ നമുക്കെടുത്ത് വായിച്ച് പഠിപ്പിച്ചു തരാം. നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. നിങ്ങളെ സമരം ഈ രൂപത്തിലാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എവിടെ എത്തി എന്നും തിരിയുന്നുണ്ട്. റബീഅ തങ്ങൾ ഒരു കടക്കാത്ത സ്വർഗത്തിലേക്കാണോ നിങ്ങൾ ഈ സമൂഹത്തെ ക്ഷണിക്കുന്നത്? ആ സ്വർഗത്തിന്റെ പേരാണ് നരകം കേട്ടോ. റബീഅ തങ്ങളില്ലാത്ത സ്വർഗമോ നിബിതങ്ങളില്ലാത്ത സ്വർഗമോ അതാണ് നരകം. ഈ നരകത്തിലേക്കാ നിങ്ങൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ചോദ്യം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ചോദിച്ച മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. തോട്ടുമുഖത്ത് എന്നല്ല, ഈ എറണാകുളം ജില്ലയിൽ പല സ്ഥലത്തും നിങ്ങൾ പ്രസംഗിച്ചത് നബിയോട് സ്വർഗം ചോദിച്ചവൻ കാഫിറും മുശ്രിക്കുമെന്നാണ്. ഞാൻ ചോദിക്കുന്നു, സ്വർഗത്തിലെ ഉന്നത പദവി ചോദിച്ച മഹാനായ റബീഅ തങ്ങൾ മുശ്രിക്കാണോ? 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 പറയണം. സഹോദരങ്ങളെ, ഇവിടെ വളരെ സമാധാനപരമായി നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതാണ് നാം സ്വീകരിക്കേണ്ട മാർഗം. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, ഇമാം റാസി റഹ്മഹുല്ലാ ഇസ്തിഗാസ ചെയ്തെങ്കിൽ അതൊന്ന് പറയൂന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോഴും ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട് എന്നതല്ലാതെ പറഞ്ഞില്ല. അതെ, ഇമാം റാസി തങ്ങൾ ഇവര് പറയുന്നത് പോലെയുള്ള ഒരു ഇസ്തിഗാസ, മരിച്ചുപോയ മഹാത്മാക്കളോട് സ്വർഗം ചോദിക്കാം, നേർമാർഗം ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, അത് പുണ്യമാണ്. ഇവർ പ്രചരിപ്പിക്കുന്നത് പുണ്യമാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ആദ്യമൊക്കെ അനുവദനീയമാണെന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. ആദ്യം സംവാദവേളയിൽ എന്തായിരുന്നു ജനങ്ങൾ അറിഞ്ഞിരുന്നത്? മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ. എന്ത് സഹായമാണ് ചോദിക്കാവുന്നതെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല.
ഇപ്പോഴാണ് എന്ത് സഹായമാണ് ചോദിക്കേണ്ടത് എന്ന് ജനങ്ങൾക്കറിയാതെ വിഷമിച്ചപ്പോ എന്ത് സഹായമാണ് ചോദിക്കേണ്ടത്? സഹായം ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആളുകൾക്ക് എന്താണ് ചോദിക്കേണ്ടതെന്ന് പറയാൻ അവർക്കറിയില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സഹായം ചോദിക്കൽ അനുവദനീയമാണ്, സഹായം ചോദിക്കൽ പുണ്യമാണ് എന്ന് പറയുന്നവർക്ക് മരിച്ചുപോയ മഹാത്മാക്കളോട് എന്ത് സഹായമാണ് ചോദിക്കേണ്ടത്? നിങ്ങളൊന്ന് പഠിപ്പിക്കാമോ? നിങ്ങൾ വലിയ പണ്ഡിതന്മാരാണല്ലോ. മരിച്ചുപോയ മഹാത്മാക്കളോട് എന്ത് സഹായമാണ് ചോദിക്കാവുന്നത്? അത് പുണ്യമായത് അള്ളാഹുവിനോട് സഹായം ചോദിക്കലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലുമാണല്ലോ ഇത്രയും കാലം പുണ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ ചെയ്യൽ, സഹായം ചോദിക്കൽ പുണ്യമാണെന്ന് എത്രയോ സ്ഥലങ്ങളിൽ പുസ്തകങ്ങളിൽ എഴുതിവിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റു രചനകളിലും പ്രസംഗങ്ങളിലും സംവാദങ്ങളിലും എല്ലാം വാദിച്ചുകൊണ്ടിരിക്കുന്നു. മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അനുവദനീയമെന്ന് മാത്രമായിരുന്നു ആദ്യം സംവാദ വേളകളിൽ നിന്ന് കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്നാണ്. മുശ്രിക്കുകൾ പോലും അങ്ങനെ ചോദിച്ചിരുന്നോ? സുന്നി സമൂഹമേ, ഒരിക്കലും നിങ്ങൾ ഇതിന് ഉത്തരവാദിയല്ല. നിങ്ങൾ ഒരിക്കലും ഇതിന് ഉത്തരവാദിയല്ല. ഇത് അബദ്ധമാണ്. ഇത് ശിർക്കിലേക്കും കുഫറിലേക്കും ഈ സമുദായം വലിച്ചിഴക്കപ്പെടാൻ കാരണമാണ്. എന്താ കാരണം? നിങ്ങൾ നേരം വെളുത്ത സുബഹി നിസ്കാരം കഴിയുമ്പോൾ റബ്ബിനോട് ചോദിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ലത് തരണേ, ദുനിയാവില് ആഖിറത്തിലും നല്ലത് തരണേ എന്ന് നിങ്ങൾ റബ്ബിനോട് ചോദിക്കുമല്ലോ. അതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് മരിച്ചുപോയ മഹാത്മാക്കളോടും ചോദിക്കാമെന്നാണ് ഈ പണ്ഡിതന്മാര് പറയുന്നത്. ചോദിക്കാമെന്ന് മാത്രമല്ല, അനുവദനീയമാണെന്ന് മാത്രമല്ല, അത് പുണ്യമാണെന്ന് കൂടിയാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരോട് ഇപ്പോഴും വാദിക്കുന്നതല്ലേ? സ്വർഗം ചോദിക്കാമെന്നല്ലേ വാദിക്കുന്നത്? അതിനല്ലേ എന്നോട് തെളിവ് ചോദിക്കുന്നത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാമെന്ന് ഇവർ വാദിക്കുന്നു. റസൂലുള്ളാഹി മാത്രമല്ല, മരിച്ചുപോയ മഹാത്മാക്കളോടെല്ലാം തന്നെ സ്വർഗം ചോദിക്കാം എന്നല്ലേ ഇവർ വാദിക്കുന്നത്? അവരോട് നിങ്ങൾ ഇത് കഴിയുമ്പോ ചോദിച്ചു നോക്കുക. മുസ്ലിയാരെ, ഇങ്ങനെ ആ മൗലവി പറഞ്ഞല്ലോ, ശരിയാണോ? അത് അവർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് ഇഷ്ടം പോലെ അവർ എഴുതിവിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. ഇവരെന്തിനാ മുഖാമുഖം നടത്തുന്നത്? ഇന്നിതാ ടൗൺ ഹാൾ, ഈ ഹാളിൽ വെച്ച് നടക്കുന്നില്ലേ പരിപാടി? ആ പരിപാടി നിങ്ങളൊന്ന് ചോദിക്കവരോട്. ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാം എന്നാണല്ലോ സുന്നികൾ വിശ്വസിക്കുന്നത്. ആ മുസ്ലിം മൗലവി അവിടെ നിന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണെന്ന് ചോദിക്കുന്നത്. ചോദ്യവേളയിൽ അവര് പറയുന്ന മറുപടി എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പാടില്ല എന്നവർ പറയുമോ? പറയാൻ പറ്റുമോ? അവര് പറഞ്ഞെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം തോട്ടുമുഖത്ത്. ഇതൊക്കെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അവരെഴുതി വെച്ചിരിക്കുന്ന കോട്ടക്കണക്കിന് വിഷയങ്ങളുണ്ട്. ഈ സമുദായം എങ്ങോട്ടാ പോകുന്നറിയാമോ? ഇത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ആരും മുജാഹിദാകണ്ട. ഞാൻ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നുമില്ല. പക്ഷേ ഈ അബദ്ധം നിങ്ങൾ തിരിച്ചറിയണം. ഈ അബദ്ധം തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിലകൊള്ളുന്ന അതേ സ്ഥാനത്ത് തന്നെ നിന്നാൽ മതി. പക്ഷേ അബദ്ധം നിങ്ങൾ തിരിച്ചറിയണം. ഇത് വലിയ കടുത്ത വലാലത്ത് തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഈ വിഭാഗം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാദം ഇസ്ലാമിന് അന്യമാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ചതല്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ല. ഖുർആനും തിരുവചനങ്ങളുമെല്ലാം ഇതിനെതിരാണ്. ഇതിനെതിരായിട്ടാണ് നമുക്ക് ആയത്തുകളും ഹദീസുകളും ഇസ്ലാമിക ചരിത്രങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. റസൂലുള്ള പഠിപ്പിച്ചിരിക്കുന്നത് അല്ലാഹുവിനോട് ചോദിക്കാനാണ്. എന്തായാലും റബീഅ റളിയല്ലാഹു അൻഹു ആരാണെന്ന് വരെ പറഞ്ഞില്ല. റബീഅ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ മുസ്ലിമാണോ? അത് ഞങ്ങൾ ഈ സമൂഹത്തിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഈ സമൂഹം മൊത്തം റബീഅ തങ്ങൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്നു. റബീഅ റളിയല്ലാഹു അൻഹു സ്വർഗം ചോദിച്ചുവെങ്കിൽ, സ്വർഗത്തിലെ ഉന്നത പദവി ചോദിച്ചുവെങ്കിൽ ഞങ്ങളും ചോദിക്കുന്നു. അപ്പൊ റബീഅ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? അല്ലേ? ഇതുവരെ പറഞ്ഞില്ല, ഇനി പറയാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് എന്റെ സാധാരണക്കാരായ എല്ലാ മുസ്ലിമീങ്ങളോടും പറയുന്നു, ധൈര്യമായി ചോദിച്ചോളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി.
നബിതങ്ങളോട് ചോദിച്ചോളൂ സ്വർഗം എന്തുകൊണ്ട്. നബിയെ തങ്ങൾ ചോദിച്ചത് സ്വർഗത്തിലെ ഉന്നത പദവിയാണ്. പക്ഷേ ചോദിക്കുന്നവർക്കറിയാം അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഒരിക്കലും അവിടെ ശിർക്ക് വരൂല. നബിയെ തങ്ങൾ സ്വർഗം ചോദിച്ചപ്പോ നബിയെ തങ്ങൾക്കറിയാം നബി തങ്ങൾ സ്വർഗം തരുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് ആ സ്വർഗത്തിലെത്താൻ ചാൻസ് ഒരുക്കുമെന്നാണ്. ഇതാണ് ഒരു സുന്നി ചോദിക്കുന്നതിന്റെ ലക്ഷ്യം. അതിവിടെ ആർക്കാണ് അറിയാത്തത്? അള്ളാഹിന്റെ റസൂലിനോടോ അമ്പിയാക്കളോടോ സ്വർഗം പോലെയുള്ള ഒരു കാര്യം ചോദിക്കുമ്പോ അവര് ഞങ്ങൾക്ക് അതിനൊരു ചാൻസ് ഒരുക്കി തരും, അള്ളാഹിനോട് ശുപാർശ ചെയ്യും. ഇത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് തന്നെയാ നബി റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അതുകൊണ്ട് ഇല്ല, ഈ തോട്ടുമുഖത്ത് അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു, മഹാനായ റബിയ തങ്ങൾ മുശ്രിക്കാണോ? റബിയ തങ്ങൾ മുശ്രിക്കാണോ? സ്വർഗത്തിലെ ഉന്നത പദവി ചോദിച്ച റബിയ തങ്ങൾ മുശ്രിക്കാണോ? അതല്ലേ നിങ്ങൾ പറയേണ്ടത്. ബാക്കി നിങ്ങളെ ഒരു വിശദീകരണവും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ആ വായിച്ചതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. റാസി ഇമാമിന്റെ ഇസ്തിഗാസ അംഗീകരിച്ച സംഭവം നിങ്ങൾ പറഞ്ഞല്ലോ. എങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ സുന്നി പ്രസ്ഥാനത്തിലേക്ക് വരാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക. ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾ വരുമല്ലേ? സ്വാഗതം. ഇന്ന് പോവണ്ട, ഇന്ന് വേഗം വന്നോളൂ. വൈകുന്നേരം മുഖാമുഖമുണ്ട്. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ പറയാം. നിങ്ങൾ വീട്ടിൽ നിന്ന് പോന്നപ്പോ തെളിവുകളൊന്നും കൊണ്ടുവന്നില്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയാൻ നിൽക്കുന്ന എന്തിനാ? ഇപ്പോഴല്ലേ പറയേണ്ടത്? ഇനി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോഴാണോ പറയുന്നത്? അല്ലെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരണോ? ഇനി അത് വേണമെങ്കിൽ അങ്ങനെയും വരാം. ഈ പ്രശ്നം പരിഹരിക്കാൻ തീർച്ചയായും ഞങ്ങൾ വീട്ടിൽ വരണമെങ്കിൽ അങ്ങനെയും വരാം. നിങ്ങൾ ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നു, റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ തുറന്നു പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ സ്വഹാബത്തിന്റെ പാതയാണോ അത്? ലോകത്താരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് സ്വന്തം കരളിന്റെ കഷ്ണമായ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു, ഫാത്തിമയുടെ കരളിന്റെ കഷ്ണമാണ്. യാ ഫാത്തിമ ഇഅ്മലി, ഫാത്തിമ നീ നന്നായി അമൽ ചെയ്തു കൊള്ളണം, നീ പ്രവർത്തിച്ചു കൊള്ളണം, റബ്ബിന് വേണ്ടി അമലുകൾ ചെയ്തു കൊള്ളണം. ലാ ഉഗ്നി അൻകി ശൈആ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റൂല. നീ റബ്ബിന്റെ മാർഗത്തിൽ അമൽ ചെയ്തുകൊണ്ട് ജീവിച്ചു കൊള്ളണം എന്നല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്. അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ അനുയായികളിലെ നിങ്ങൾ സ്വർഗം ചോദിക്കുമെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മേടിച്ചു കൊള്ളുക. ഞങ്ങൾക്ക് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കണമെങ്കിൽ ഒന്നുകിൽ അല്ലാഹുവിന്റെ റസൂല് സ്വർഗം ചോദിക്കാം എന്നോടെന്ന് റസൂലുള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റബിഅ ചോദിക്കണം. അങ്ങനെ റബിഅ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി നിനക്ക് ഞാൻ സ്വർഗം തന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റണം. പക്ഷേ അത് രണ്ടും ആ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആ സംഭവം തിരിയാത്തവർ ആയിരുന്നില്ല സ്വഹാബാക്കൾ ആരും തന്നെ. ഓരോറ്റ സ്വഹാബി പോലും ആ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാൻ പോയിട്ടില്ല. ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, നിങ്ങൾ യാ മുഹീദ്ദീൻ, യാ ഗൗസ്, യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, ആ മുഹീദ്ദീൻ ശൈഖ് എന്ത് പറഞ്ഞെന്നറിയാവോ? ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി, ആപത്തുകളും വിഷമങ്ങളും സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നും ആരോടും നിങ്ങൾ സഹായത്തിന് പോകല്ലേ, നിങ്ങൾ അവലാതിപ്പെടല്ലേ. വലാ തുഹിറന്ന വജ്റ ലിഅഹദിൻ വലാ തത്തഹിമന്ന, കണ്ടോ, വലാ തത്തഹിമന്ന റബ്ബക ഫീ ബാത്തിനിക, നിങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിക്കരുത്. ലിഅഹദിൻ, ഓരോറ്റയാളോടും. അഹദിൻ ആരൊക്കെ ഒഴിവാകും? ആരെങ്കിലും ഒഴിവാകോ? ലിഅഹദിൻ ഇല്ല. വലാ തത്തഹിമന്ന റബ്ബക, റബ്ബിനെ തെറ്റിദ്ധരിച്ചു പോകല്ലേ. റബ്ബിൽ നിന്ന് സ്വർഗം ചോദിച്ചാൽ കിട്ടൂല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കല്ലേ. നിങ്ങൾ റബ്ബിലേക്ക് ഹൃദയം തുറന്ന്, നിങ്ങൾ കൊട്ടക്കണക്കിന് പാപങ്ങൾ ചെയ്തവരാണെങ്കിലും അല്ലാഹുവിലേക്ക് സങ്കടം പറഞ്ഞ് റബ്ബിനോട് സ്വർഗം ചോദിക്കണം. ഫീ ബാത്തിനിക, നിന്റെ ഹൃദയത്തിൽ നീ ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട. വലാ തശുക്കന്ന ഫീ ഹിക്മതിഹി,
അള്ളാഹുവിന്റെ ഹിക്മത്തിൽ നിങ്ങൾ ആരും തന്നെ ഒരിക്കലും സംശയിക്കണ്ട. നിന്റെ ദുനിയാവിലും ആഖിറത്തിലും നീ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കണം. ഇതൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, വേറെയും പല സ്ഥലങ്ങളിൽ അദ്ദേഹം ഈ മനുഷ്യ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആപത്തിലും വിഷമത്തിലും പ്രയാസങ്ങളിലും ഒക്കെ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണമെന്നാണ്. ഏറ്റവും അവസാന നിമിഷം വരെ തന്റെ മകന് നൽകിയ ഉപദേശവും നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കല്ലേ എന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ലോക ചരിത്രത്തിൽ ഇന്നുവരെ അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ ആരും തന്നെ ഇതുവരെ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിച്ചതായി നമുക്ക് കാണാൻ പറ്റൂല.